ഫിലിപ്പിയർ അധ്യായം 4. അതുകൊണ്ട് ഞാൻ വാഞ്ഛയോടെ കാത്തിരിക്കുന്ന എന്റെ പ്രിയ സഹോദരരെ, എന്റെ സന്തോഷവും കിരീടവുമായ എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം കർത്താവിൽ നിലനിൽക്കുവിൻ. കർത്താവിൽ ഏകഭാവത്തോടെ ജീവിക്കുവാൻ യുവോദ്യയെയും സുന്ദകയെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു. അതെ, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്റിനോടും എന്റെ മറ്റ് കൂട്ടുവേലക്കാരോടും കൂടെ സുവിശേഷ ഘോഷണത്തിൽ എന്നോടൊപ്പം പോരാടിയ ഈ സ്ത്രീകളെ സഹായിക്കുവാൻ എന്റെ വിശ്വസ്ത സഹപ്രവർത്തക ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. അതുതന്നെ ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് അടുത്തായിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കത്രേ വേണ്ടത്. അങ്ങനെയെങ്കിൽ സകല അറിവിനെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും. ഒടുവിൽ സഹോദരരെ, സത്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സുന്ദരമായതൊക്കെയും അഭിനന്ദനാർഹമായതൊക്കെയും അത്യുത്തമമോ പ്രശംസാർഹമോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും കൈക്കൊള്ളുകയും കേൾക്കുകയും ചെയ്തതെല്ലാം പ്രയോഗത്തിൽ വരുത്തുവിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി വീണ്ടും കരുതൽ കാണിച്ചതിനാൽ ഞാൻ കർത്താവിൽ ഏറ്റവും സന്തോഷിക്കുന്നു. വാസ്തവമായും നിങ്ങൾ കരുതലുള്ളവരായിരുന്നു. എങ്കിലും അത് പ്രദർശിപ്പിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചില്ല. ബുദ്ധിമുട്ടിലിരിക്കുന്നത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ഏത് സാഹചര്യത്തിലും സംതൃപ്തനായിരിക്കുവാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. ബുദ്ധിമുട്ടിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. ഏത് സാഹചര്യത്തിലും എപ്പോഴും തൃപ്തനായിരിക്കുന്നതിന്റെ രഹസ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തിന്ന് തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ദാരിദ്ര്യത്തിലിരിപ്പാനും എനിക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലവും ചെയ്യുവാൻ ഞാൻ പ്രാപ്തനാകുന്നു. എങ്കിലും എന്റെ പ്രയാസങ്ങളിൽ നിങ്ങൾ പങ്കാളികളായി തീർന്നത് നല്ലത് തന്നെ. മാത്രമല്ല ഫിലിപ്പിയരെ, നിങ്ങൾക്ക് അറിവുള്ളതുപോലെ സുവിശേഷം നിങ്ങൾ ആദ്യമായി കേട്ട നാളുകളിൽ ഞാൻ മാസിഡോണിയയിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും കൊടുക്കൽ വാങ്ങലുകളിൽ എന്നോട് പങ്കാളിത്തം കാണിച്ചില്ല. ഞാൻ തെസലോനിക്കയിലായിരുന്നപ്പോഴും നിങ്ങൾ എന്റെ ആവശ്യങ്ങൾക്കായി 1-2 തവണ സഹായം അയച്ചു തന്നു. ദാനം ലഭിക്കുവാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നല്ല, പിന്നെയോ നിങ്ങളുടെ കണക്കിലേക്ക് കൂടുതൽ പ്രതിഫലം ചേർക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വേണ്ടതും അതിലധികവും ഇപ്പോഴുണ്ട്. എപ്പഫ്രൊദീത്തുസിന്റെ പക്കൽ നിങ്ങൾ കൊടുത്തയച്ച ദാനങ്ങൾ സ്വീകരിച്ച് ഇപ്പോൾ ഞാൻ തൃപ്തനായിരിക്കുന്നു. അവ ദൈവത്തിന് പ്രസാദവും സൗരഭ്യവാസനയുമായ വഴിപാടും യാഗവുമായി തീർന്നിരിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ സമ്പൂർണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. എല്ലാ വിശുദ്ധരെയും ക്രിസ്തു യേശുവിൽ അഭിവാദനം ചെയ്യുവിൻ. എന്നോടൊപ്പമുള്ള സഹോദരർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. വിശുദ്ധർ എല്ലാവരും, വിശിഷ്യ കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.